ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിന്നൊരു ട്രിപ്പ് പോവുകയാണ് വയനാട്ടിലേക്ക്. അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ചേച്ചിയും ചേട്ടനും UK-ലാണുള്ളത്. അപ്പോൾ അവർ നാട്ടിൽ വന്നതിന് ശേഷം നമുക്ക് അത്ര ഫാമിലി ടൈം ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വയനാട്ടിൽ പോയി ഒന്ന് ചില്ല് ചെയ്യാമെന്ന്. അതിന് നമ്മൾ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ കുറേ വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു. ആ ക്ലിപ്സാണ് ഈ കാണുന്നത്. വയനാട് എത്തിയോ? വയനാട് എത്തില്ല, നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചുരം കയറി വയനാട് എത്തി. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റോയൽ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും വയനാട് വരുന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് എന്തായാലും ഫുഡ് കഴിച്ചു നോക്കൂ. നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല, പക്ഷേ മീൽസും ബിരിയാണിയും ഒക്കെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനെ നൈസായിട്ട് മുന്നോട്ട് തട്ടിയിട്ട് അവൾ ബാക്കോട്ട് വന്നിരുന്നു, അതൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുത്തിരിക്കുന്ന റിസോർട്ട് വരുന്നത് മേപ്പാടിയിലാണ്. ലാൻഡ്സ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അങ്ങനെ നമ്മൾ റിസോർട്ട് എത്തി ഗൈസ്. ഇപ്പം നമ്മൾ റൂം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എവിടെ കണ്ണാടി കണ്ടാലും അവിടെ പോയി ഒരു ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ നോക്കണം. അതാണ് മെയിൻ ഹോബി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസാണ് കിട്ടിയത്. ഇവിടെ ഞാനും അച്ഛനും അമ്മയായിരിക്കും സ്റ്റേ ചെയ്യുന്നുണ്ടാവുക. ഇതേപോലത്തെ ഒരു റൂമും കൂടെ ഉണ്ട് അപ്പുറത്ത്. അവിടെയാണ് ഏച്ചിയായിട്ട് സ്റ്റേ ചെയ്യുന്നത്. അമ്മയും ഏച്ചിയും യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ചില്ല് ചെയ്യാണ്, പ്രകൃതി രമണീയമായി ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചക്കയുണ്ട് ഗൈസ്. നാട്ടിലൊന്നും കാണാനായിട്ടാണ് ചക്ക ഇവിടെ കാണിക്കുന്നതെന്ന് എനിക്ക് അടുത്ത കമന്റ് വരിക. നമ്മൾ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം നേരെ നമ്മൾ പൂളിലേക്കാണ് വന്നത്, പൂളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഈ റിസോർട്ടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പൂൾ തന്നെയാണ്. പിന്നെ ഞങ്ങൾ റിസോർട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഊഞ്ഞാലിലൊക്കെ എല്ലാവരും ആടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഷട്ടിൽ കളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടുത്തെ ഇൻഡോർ ഗെയിംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നു. അമ്മയ്ക്ക് വെള്ളത്തിലിറങ്ങാൻ നല്ല പേടിയുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. ആറമാദിക്കുകയാണ്. അങ്ങനെ പൂളിൽ ആർഭാദമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് കൂടെ. അച്ഛൻ വേഗം തന്നെ ഫ്രഷായി. അച്ഛൻ ഏച്ചിൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. ഏച്ചി ചേട്ടനും വേഗം തന്നെ ഫ്രഷ് ആയിട്ടുണ്ട്. ഞാനാണ് ലേറ്റ് ആയത്. ഞാൻ ലേറ്റ് ആയപ്പോൾ അമ്മയും ലേറ്റായി. ഞങ്ങളിപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുക, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ നിന്ന് ഞാൻ JBL എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ലൈറ്റാണ് ഈ കാണുന്നത്. ചുമ്മാ പാട്ടൊക്കെ പ്ലേ ചെയ്ത് കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു ഫുഡിന്. അങ്ങനെ ഫുഡ് വന്നു. ഇനി ഫുഡിലേക്ക് അറ്റാക്കി തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ അന്താക്ഷരി സെഷനൊക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടക്കാൻ വേണ്ടി പോയി. Day 1 അപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. ഇനി Day 2 വീഡിയോ നമുക്ക് അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.